നമസ്കാരം. ദില്ലിയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു കലാപമോ അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണമോ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ എപ്പോൾ ഒരു രാജ്യവിരുദ്ധ ശ്രമം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കൂടുതലായി ഈ ജിഹാദികൾ വലിയ രീതിയിൽ ഭാരതത്തിൽ ഒരു കലാപം അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. നിലവിൽ ജിഹാദികൾ താമസിക്കുന്ന അനധികൃതമായി ദില്ലിയിൽ കെട്ടിപ്പോക്കിയ പള്ളികൾക്ക് നേരെ ബുൾഡോസർ പ്രയോഗമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ ജിഹാദികൾ ഒരു പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പോലീസ് അടിച്ചമർത്തിക്കൊണ്ട് തന്നെ ദില്ലിയിൽ അനധികൃതമായുള്ള കയ്യേറ്റ ഭൂമികൾ, അതായത് ജിഹാദികളുടെ കൈവശമുള്ള കയ്യേറ്റ ഭൂമികളടക്കം മുസ്ലിം പള്ളികളടക്കം പൊളിച്ചു മാറ്റി അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്ന ഒരു നീക്കം ഇപ്പോൾ ദില്ലിയിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോഴും നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. നിലവിൽ ടക്ക് മാൻ ഗേറ്റിനടുത്തുള്ള നൂറ്റാണ്ട് പഴക്കമുള്ള ഫൈസ് ഇ ഇലാഹി എന്ന ജിഹാദികൾ താമസിക്കുന്ന പള്ളികളാണ് അർദ്ധരാത്രിയോടെ പൊളിച്ചു മാറ്റിയത്. പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമികൾ ബാരിക്കേഡുകൾ തകർക്കാനും കല്ലെറിയാനും ശ്രമിച്ചതിനെ തുടർന്ന് 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ദില്ലി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തുർക്ക് മാൻ ഗേറ്റ് പ്രദേശത്തെ ഫൈസ് ഇ ഇലാഹി പള്ളിക്ക് സമീപം അനധികൃത നിർമ്മാണങ്ങൾ നീക്കം ചെയ്യുന്നതിനായി പുലർച്ചെ 1 മണിക്ക് ആരംഭിച്ച നീക്കം ഇപ്പോഴും തുടരുകയാണെന്നാണ് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. 4-5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിസാര പരിക്കേറ്റതായി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളുടെയും ബോഡി ക്യാമറകളുടെയും അടിസ്ഥാനത്തിൽ പോലീസിന് നേരെ കല്ലെറിഞ്ഞവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായി പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ 5 പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും ദില്ലി പോലീസ് പറഞ്ഞു. കയ്യേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായി 17 ബുൾഡോസറുകൾ വിന്യസിച്ചിട്ടുണ്ട്. രാംലീല മൈതാനത്തിലെ പള്ളിക്കും ഖബർസ്ഥാനും സമീപമുള്ള ഭൂമിയിലെ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാനുള്ള ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മസ്ജിദ് സയ്യദ് ഇലാഹി മാനേജിംഗ് കമ്മിറ്റി സമർപ്പിച്ച ഹർജിയിൽ ദില്ലി ഹൈക്കോടതി ചൊവ്വാഴ്ച നോട്ടീസ് അയച്ചെങ്കിലും പൊളിക്കൽ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നീക്കത്തിനെതിരെ പ്രദേശവാസികൾ ശക്തമായ പ്രതിരോധമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അവർ സ്ഥലത്ത് തടിച്ചുകൂടുകയും, അതായത് ജിഹാദികൾ സ്ഥലത്ത് തടിച്ചുകൂടുകയും പൊളിക്കലിനെതിരെ പ്രതിഷേധം ഉയർത്തുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പ്രദേശത്തും പരിസരത്തും മതിയായ സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കയ്യേറ്റങ്ങളിൽ റോഡിന്റെ ചില ഭാഗങ്ങൾ, നടപ്പാത, കമ്മ്യൂണിറ്റി ഹാൾ, പാർക്കിംഗ് ഏരിയ, സ്വകാര്യ ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. തുർക്ക് മാൻ ഗേറ്റിന് സമീപമുള്ള രാംലീല ഗ്രൗണ്ടിലെ 38,940 ചതുരശ്ര അടി വിസ്തീർണമുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നഗരസഭയ്ക്കും പൊതുമരാമത്ത് വകുപ്പിനും 3 മാസത്തെ സമയം അനുവദിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ 2025 നവംബർ 12 ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. അഭിഭാഷകനായ ഉമേഷ് ചന്ദ്ര ശർമ്മ കോടതിയിൽ പ്രതിനിധീകരിച്ച സേവ് ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന സംഘടന സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2025 ഒക്ടോബറിൽ അധികാരികൾ നടത്തിയ സംയുക്ത സർവേയിൽ ഭൂമിയിൽ കയ്യേറ്റങ്ങൾ ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിരുന്നു. അതിൽ ചില ഭാഗങ്ങൾ MCD, PWD, L&DO എന്നിവ ഉൾപ്പെടെയുള്ള അധികാരികളുടേതായിരുന്നു. നോട്ടീസിനെ തുടർന്ന് ജനുവരി 4 കയ്യേറ്റ സ്ഥലം അടയാളപ്പെടുത്തുന്നതിനായി MCD ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും എന്നാൽ നാട്ടുകാരിൽ നിന്ന്, അതായത് ഈ മുസ്ലിം ജിഹാദികളിൽ നിന്ന് എതിർപ്പ് നേരിട്ടതായി പോലീസ് വിന്യാസം അറിയിക്കുകയും കൂടാതെ വലിയൊരു ഫോഴ്സ് അവിടെ എത്തുകയും ചെയ്തു. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മസ്ജിദ് സയ്യദ് ഇലാഹി മാനേജിംഗ് കമ്മിറ്റി പ്രസ്തുത വസ്തു തങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും വഖഫ് ബോർഡിന് പാട്ടക്കരാർ നൽകുന്നുണ്ടെന്നും പറയുകയാണ് ചെയ്തത്. ഭൂമി വഖഫ് നിയമപ്രകാരം നിയന്ത്രിക്കപ്പെടുന്ന ഒരു വിജ്ഞാപനം ചെയ്ത വഖഫ് സ്വത്താണെന്നും അതിനാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളിലും വഖഫ് ട്രിബ്യൂണലിൽ നിന്ന് പ്രത്യേക അധികാര പരിധി ഉണ്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ജനുവരി 4 കയ്യേറ്റ സ്ഥലം അടയാളപ്പെടുത്തുന്നതിനായി ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും എന്നാൽ നാട്ടുകാർ ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടുകൂടി വലിയൊരു പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ഇന്നലെ ഈ അനധികൃതമായി കയ്യേറ്റിയ ഭൂമികളെല്ലാം തന്നെ പൊളിച്ചു മാറ്റാനായിട്ട് എത്തിയത്. കൂടാതെ ഇത് വഖഫിന്റെയൊക്കെ സ്വത്താണ് എന്ന് ഈ ഇലാഹി മസ്ജിദ് കമ്മിറ്റി പറഞ്ഞതിനനുസരിച്ച് ഹൈക്കോടതി ഒരു പുനർപരിശോധന നടത്തുകയും ആ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇതൊന്നും വഖഫിന്റേതല്ല, ഈ രാംലീല മൈതാനത്തിന്റെ സമീപവും അതോടൊപ്പം തന്നെ അനധികൃതമായി കെട്ടിപ്പൊക്കിയ ഈ പള്ളികളെല്ലാം തന്നെ ഈ വെറുതെ തട്ടിക്കൂട്ടാണ്. ഇതെല്ലാം ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷന്റെയും അതോടൊപ്പം തന്നെ
PWDയുടെയും ഭൂമികളാണ്, അതായത് സർക്കാരിൻ്റെ ഭൂമികളാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായതോടുകൂടിയാണ് ജനുവരി 4-ന് ഇതെല്ലാം തന്നെ പൊളിച്ചു മാറ്റാൻ ഹൈക്കോടതി അന്തിമമായി തന്നെ ഒരു ഉത്തരവിട്ട് സമയവും നൽകിയത്.